ഞങ്ങൾ തമ്മിൽ ഇടയ്ക്ക് വീഡിയോ കോൾ, നമ്മൾ തമ്മിൽ ഇടയ്ക്ക് വീഡിയോ കോൾ ചെയ്യും. അത് ആരെങ്കിലും കൂടെ ആരെങ്കിലും ഒക്കെ കാണിച്ചു. അതായത് യവൻ വീഡിയോ കോൾ ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കുറെ വാലി തൂക്കി കുറെ ഉണ്ടല്ലോ ഓൺലൈൻ. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. അപ്പോ കിച്ചു തന്റെ ലൈഫ് സ്റ്റോറി പറഞ്ഞതിന് ശേഷം വൻ വിപ്ലവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വൻ പൊട്ടിത്തെറികൾ നടക്കുന്നുണ്ട്. പലതരത്തിലുള്ള വീഡിയോസ് വരുന്നുണ്ട്. അതായത് കിച്ചുവിന്റെ വീഡിയോ, കിച്ചു എന്താണ് പറഞ്ഞത്? താൻ അനുഭവിച്ച ഏകാന്തത, താൻ അനുഭവിച്ച ഒറ്റപ്പെടൽ, എന്തുകൊണ്ടാണ് ഞാൻ ഡ്രഗ്സ് അല്ലെങ്കിൽ മയക്കുമരുന്നിന് അടിമപ്പെട്ടത്, അതിനൊക്കെ കാരണമായിക്കൊണ്ടുള്ള സംഭവങ്ങൾ പറഞ്ഞു. അതുപോലെ അച്ഛൻ മരിച്ചപ്പോൾ അവരവിടെ തിന്നു കൊഴുത്ത് നിൽക്കുകയാണ് എന്നുള്ള കാര്യങ്ങൾ, കുറെ കാര്യങ്ങൾ ഇൻഡയറക്റ്റ് ആണെങ്കിൽ കൂടി ഈ പറയുന്ന രണാസുനയ്ക്ക് എഗെയിൻസ്റ്റ് ആയിട്ടാണ് കാര്യങ്ങൾ വന്നത്. ഇത് കണ്ട് അതൊന്ന് തന്റെ മേലിലേക്ക് അനുകൂലമായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് രണാസുന വീഡിയോ ഇട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. മറ്റൊന്നുമല്ല, എന്താണ് പിന്നെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇടുന്നു. എന്തുകൊണ്ടാണ് അവൻ അങ്ങനെ പറഞ്ഞതെന്നറിയില്ല. ഇതിനെല്ലാത്തിനും പിന്നില് ഷഫീന ബീബിയാണ്. അവൻ ഇന്നലെ വരെ എന്നെ വിളിച്ചതേ ഉള്ളൂ എന്നൊക്കെ ആദ്യം ഒരു പൊട്ടിത്തെറി അല്ലെങ്കിൽ കരഞ്ഞുകൊണ്ടൊക്കെ ഒരു വീഡിയോ ഇടുന്നു. അതിനുശേഷം നമ്മുടെ സബ്സ്ക്രിപ്ഷനിൽ കാണിച്ചുകൊണ്ടുള്ള വീഡിയോ ഇടുന്നു. അതവിടെ നിൽക്കട്ടെ, അത് വേറെ വിഷയമാണ്. അതിനുശേഷം എന്ത് ചെയ്തു? ഈ കിച്ചു എന്നിൽ നിന്ന് വാങ്ങിച്ച പൈസകൾ, അവൾ ഓരോ ദിവസം അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോൾ എന്നിൽ നിന്ന് വാങ്ങിച്ച പൈസകളുടെ സ്ക്രീൻഷോട്ട് താങ്കളുടെ ഫ്രണ്ട്സുകൾ കഴിച്ചു കൊടുക്കും. അത് പബ്ലിസിറ്റി ചെയ്യുകയും ചെയ്യുന്നു. അത് പബ്ലിക് ആക്കുന്നു. ആര്? രണാസുനയുടെ കയ്യിലിരിക്കുന്ന ഫോണിൽ നിന്ന് ആ ഒരു സ്ക്രീൻഷോട്ട് പോകണമെങ്കിൽ രണാസുന അറിയാതെ പോകത്തില്ലല്ലോ. അതുകൊണ്ട് അതിന്റെ എമൗണ്ട് ഒന്നും ഇടരുതേ, ബാക്കി എല്ലാം നീ ഇട്ടോ എന്ന് പറഞ്ഞത്. എമൗണ്ട് ഇട്ട് കഴിഞ്ഞാൽ എത്ര രൂപയാണ് കൊടുക്കുന്നതെന്ന് ആൾക്കാർ അറിഞ്ഞാൽ, അതുകൊണ്ട് എമൗണ്ട് ഇടണ്ട. ബാക്കി അതായത് രണാസുന ഇവിടെ പറഞ്ഞു വയ്ക്കുന്ന മറ്റൊന്നുമല്ല, എന്നെ ഇത് ഡെയിലി പൈസയും വാങ്ങി തിന്ന് പുട്ടടിച്ചുകൊണ്ടാണ് അവൻ എന്നെ വന്നിപ്പോ ഇങ്ങനെ പറയുന്നത് എന്നുള്ളതാണ്. അപ്പൊ കുറെ ന്യായങ്ങൾ വന്നു. നിനക്ക് പൈസ വാങ്ങാമല്ലോ, പിന്നെ എന്തിനിങ്ങനെ പറഞ്ഞു എന്നുള്ളത്. അതായത് താൻ അനുഭവിച്ച ഏകാന്തത, താൻ അനുഭവിച്ച പിന്നെ ഒറ്റപ്പെടൽ, തനിക്ക് അനുഭവിക്കേണ്ടി വന്ന പ്രശ്നങ്ങൾ, ഇനി ഞാനൊരു ഡ്രാമ, എന്റെ ലൈഫിൽ ഒരു ഡ്രാമയിലേക്ക് പോകേണ്ട സാഹചര്യങ്ങളൊക്കെ പറഞ്ഞ് അതൊക്കെ മൂടി വെക്കണമായിരുന്നു. ആ പൈസ അവർക്ക് തരുന്ന നക്കാപ്പിച്ചൽ തിന്നുകൊണ്ടിരുന്ന പോരെ, നീ എന്തിനാ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞു എന്നുള്ള വിചിത്രമായ ന്യായങ്ങളാണ് ഈ രണാസുനയെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ ഫ്രണ്ട്സുകൾ എന്ന് പറഞ്ഞു കിടക്കുന്ന കുറെ നിലപാടില്ലാത്ത അതായത് തീട്ടത്തിന് ഉറപ്പില്ലാത്ത കുറെ എണ്ണങ്ങൾ വന്നത് പറയുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോ ഇപ്പോ റീസെന്റ് ആയിട്ട് ഈ കിച്ചു ഇതിനുള്ള മറുപടി കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് രണാസുനയ്ക്ക് ഞാൻ എപ്പോഴും എൻ്റെ അടുത്ത് എന്നെ ഡെയിലി ഒന്ന് ക്യാഷ് ചോദിക്കും എന്ന് പറഞ്ഞതിന് കിച്ചു ഒരു മറുപടി കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അത് കൊടുത്തത് എവിടെ? നമ്മുടെ ഡാനിയുടെ ഇൻസ്റ്റാ പേജിലാണ് ഈ ഒരു മറുപടി കൊടുത്തത്. ആദ്യം ഇന്നലെ അവൻ ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് മറ്റൊന്നുമല്ല, അതായത് ഈ നമ്മുടെ ഷഫീന ബീബി എന്ന ഇവന്റെ അക്കൗണ്ട് നമ്പറും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടല്ലോ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് പിന്നെ ഷഫീന ബീബി അത് ഡിലീറ്റ് ചെയ്യുകയൊക്കെ ചെയ്തു. അതുമായി ബന്ധപ്പെട്ട് ആദ്യം പറഞ്ഞ മറുപടി ഇതാണ്: ഞാൻ അത് കണ്ടില്ലായിരുന്നു, എനിക്ക് അങ്ങനെ കുറെ കോൾ വന്നപ്പോഴാണ് അറിഞ്ഞത്, അത് ഞാൻ അപ്പോൾ തന്നെ പറഞ്ഞു മാറ്റിയിട്ടുണ്ട്. മനസ്സിലായോ? അതായത് ഇവൻ കിച്ചു അറിയാതെയാണ് ഈ ഒരു അക്കൗണ്ട് നമ്പർ കൊടുത്തത് എന്നുള്ളത്. ഇനി ഇവൻ ഡെയിലി ഈ പറയുന്ന രണാസുനയിൽ നിന്ന് വാങ്ങുന്ന പിച്ച ക്യാഷ് ഉണ്ടല്ലോ, നെറികെട്ട കാശ് ഉണ്ടല്ലോ, അതിനെപ്പറ്റി ഈ പറയുന്ന കിച്ചു ഈ ഡാനിയുടെ ഇൻസ്റ്റയിൽ തന്നെ വന്നു നിന്ന് പറഞ്ഞ ഒരു മറുപടിയാണ്: ഹീ ബ്രോ, ഞാൻ അതിൽ പറഞ്ഞിട്ടില്ല അമ്മ കൂടെ ഉണ്ടായിരുന്നു എന്ന്. പിന്നെ ഞാൻ ആ വീഡിയോയിൽ രണാസുന വീണ്ടും എന്ന് പറഞ്ഞല്ലോ, അതായത് ഞാൻ അവിടെ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയുള്ള ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ പടച്ചു വിടുന്നത്, ഞാൻ അവിടെ ഇല്ലായിരുന്നു, നിങ്ങൾ അങ്ങനെ പറഞ്ഞു, അയ്യോ ഞാൻ 2 ദിവസം കഴിഞ്ഞാണ് ആഹാരം കഴിച്ചത് എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ കിച്ചു പറയുന്നുണ്ട്, ഞാനത് വീഡിയോ ഇട്ട് പറഞ്ഞിരുന്നു, കിച്ചു അതിനകത്ത് അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല എന്നുള്ളത്. അപ്പൊ കിച്ചു പറഞ്ഞു, ഞാൻ അതിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല, അമ്മ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ അമ്മയുമായിട്ടുള്ള ഒരേ ഒരു കോണ്ടാക്ട് എന്തെന്ന് വെച്ചാൽ ആകെ എന്തെങ്കിലും പൈസ ചോദിക്കുന്നത് മാത്രമാണ്, വേറെ ഒരു കോണ്ടാക്റ്റും ഇല്ല. അമ്മയുമായിട്ടുള്ള ഒരേ ഒരു ബന്ധം പൈസ ചോദിക്കുന്നത് മാത്രമാണ്. എന്റെ പൊന്ന് കിച്ചു, നിനക്ക് ഉളുപ്പുണ്ടോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇതവിടെ നിൽക്കട്ടെ. ഈ ഒരു കാര്യത്തിൽ കാശിന് വേണ്ടി മാത്രം അവളെ വിളിക്കുന്നു, പൈസ വാങ്ങുന്നു. ആ ഒരു നെറികെട്ട മാറിയ പണി ഇത് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. നമുക്കൊരു വ്യക്തിത്വം വേണം, മനസ്സിലായി, നമുക്കൊരു പേഴ്സണാലിറ്റി വേണം. ഈ പറയുന്ന നിനക്ക് അയച്ചിരുന്ന പൈസ എത്രയാണ്? 200, 100, 500 പിച്ച ക്യാഷാണ് അയച്ചിരുന്നത് അല്ലല്ലോ. ഈ എന്തുകൊണ്ടാണ് നിനക്ക് പൈസ അയച്ചു തരുന്നത്, അതിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഈ പിച്ച കാശ് നീ എന്തിനു വാങ്ങാൻ പോകുന്നു എന്നുള്ളതാണ്. ഇത്രയും തണ്ടും തടി ഉണ്ടല്ലോ, നീ നേരെ പോയി ഒരു ദിവസം പണിയെടുത്ത് 10,500 ഒരു ദിവസം കിട്ടും. നിനക്ക് അത്ര ചെലവിന് വേണമെങ്കിൽ അല്ലെങ്കിൽ നീ പോയി പിച്ച ഇട,
നീ പിച്ച നാലായിരുന്ന തെണ്ടി ജീവിയിൽ ഈ സാധനത്തിനെ നീ വാങ്ങരുത്. നീ വാങ്ങിച്ചത് കൊണ്ടാണ് ഇന്ന് നീ നിന്റെ എല്ലാരും കൂടെ നിനക്കിട്ട് തരുന്നത്. അത് നീ കാണിച്ച ഏറ്റവും വലിയ തെണ്ടിത്തനമൊന്നും ഞാൻ പറയേണ്ടതായിട്ട് വരും. അത് മാറ്റാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് നീ ആ ക്യാഷ് വാങ്ങിച്ചു എന്ന് പറഞ്ഞ് അത് മറ്റൊന്ന് നീ പറഞ്ഞത് കള്ളമാണ് എന്ന് വരുന്നില്ല. അതാണ് ഈ പറയുന്ന അല്ലെങ്കിൽ എവിടെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ഈ വ്ളോഗേഴ്സിന് മനസ്സിലാവാനുള്ള ഒരു കാര്യം. അവൻ ക്യാഷ് വാങ്ങിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് അന്ന് അവനോട് കാണിച്ച അനീതി അത് അനീതി അല്ലാതാവുന്നില്ല എന്നുള്ളതാണ്. ഇനി ബാക്കിയുള്ളതാണ് വെരി ഇൻട്രസ്റ്റിംഗ്. എന്താണ് ഞാൻ പറഞ്ഞത്, വെച്ച് എന്തെങ്കിലും പൈസ ചോദിക്കും മാത്രമാണ്, വേറെ ഒരു കോണ്ടാക്റ്റും ഇല്ല. ഞങ്ങൾ തമ്മിൽ ഇടയ്ക്ക് വീഡിയോ കോൾ, നമ്മൾ തമ്മിൽ ഇടയ്ക്ക് വീഡിയോ കോൾ ചെയ്യും. അത് എന്നിട്ടാണ് ഇടയ്ക്ക് നമ്മൾ വീഡിയോ കോൾ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യുന്നറിയാമോ, ആരെങ്കിലും ഒക്കെ കാണിച്ചു. അതായത് ഇവൻ വീഡിയോ കോൾ ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കുറെ വാലി തൂങ്ങി കുറെ ഉണ്ടല്ലോ ഓൺലൈൻ മീഡിയ, അവരൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കണ്ട ഇതൊക്കെയാണ്. എന്നിട്ട് പറയും ഇപ്പൊ തന്നെ തരാടാ, അത്രയേ ഉള്ളൊരു കോണ്ടാക്ട്. മനസ്സിലായില്ല? അതായത് യവൻ പൈസ ചോദിക്കുമ്പോ എവളെന്ത് ചെയ്യും, പൈസ ചോദിക്കാൻ പോയി എവള് ചിലപ്പോൾ ആൾക്കാരെ നിർത്തിയിട്ട് വീഡിയോ കോൾ ചെയ്യും. ഇവിടെ എന്റെ മോനാണ് വിളിക്കുന്നത്, എന്താണ് 200 പൈസ തരാമേ എന്ന് പറഞ്ഞു വെക്കും. അവൻ ഇൻഡയറക്റ്റ് ആയിട്ട് പറയുന്നത് ഞാൻ പൈസ ചോദിക്കും 4 ആളുകളെ അറിയിച്ചുകൊണ്ട് എനിക്ക് ഇട്ട് തരാന്ന് പറയും, ഇട്ട് തരും എന്നുള്ളതാണ്. ഇനി എന്തോ ആയിക്കോട്ടെ, എന്ത് തേങ്ങ ആയിക്കോട്ടെ, നീ ക്യാഷ് ചോദിച്ച 100 രൂപയെങ്കിൽ 100 രൂപ, പിച്ച ക്യാഷ് ആയിക്കോട്ടെ 100 രൂപയെങ്കിൽ 100 രൂപ നീ ചോദിച്ചോ എന്നുള്ളതാണ്. ഇനി എവിടെ അങ്ങനെ കാണിക്കുന്ന ഒരു വീഡിയോ നമ്മൾ ഇവിടെ വയ്ക്കാമേ. അമ്മ പോവാണേ, വന്നിട്ട് നമുക്ക് ചാറ്റിന്റെ കാര്യം നോക്കാവേ. ശരി പറഞ്ഞു, ശരി. പറ ഇനി എന്താ ചോദിക്കാനുള്ളത്? ഇത് കഴിഞ്ഞു, എല്ലാവരും കടന്നില്ല. കിച്ചുമോ എന്നെ വിളിക്കുന്നുണ്ട്, എന്റെ അടുത്ത് ഇറക്കുന്നുണ്ട്, അവൻ പൈസ ചോദിക്കുന്നു, ഞാൻ പൈസ ഇട്ട് കൊടുക്കുന്നുണ്ടെന്ന് 4 ആളെ അറിയിക്കാം. ഇത്രയേ ഉള്ളൂ. അതും പലയിടത്തും സ്പീക്കർ ഓണാക്കി വെച്ചിട്ടാണ് ഇവിടെ സംസാരിക്കുന്നത്. ഇത് ഈ ഒരു വീഡിയോ മാത്രമല്ല, പല വീഡിയോയിലും നമ്മൾ കണ്ടിട്ടുണ്ട് ഇതുപോലെ ഇത്ര 200 ഇപ്പൊ ഇടാമേ, ഞാൻ വന്നിട്ട് കമ്പ്യൂട്ടർ വാങ്ങിച്ചു തരാമേ എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോ ഈ ഒരു നാണക്കേടിലേക്ക് അവളെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചത് നീയാണ് എന്നുള്ളതാണ്. നീ ഈ വാങ്ങുന്ന ഓരോ പൈസയും എന്താണ്, നെറുകെട്ട പൈസയാണ്, പാപത്തിന്റെ ഫലമാണ് എന്നുള്ളതാണ്. മനസ്സിലായോ? നിനക്ക് കുറെയൊക്കെ അനുഭവിക്കേണ്ടി വന്നു, അതൊക്കെ സത്യം തന്നെയാണ്. പക്ഷെ അത് വെച്ച് അവൾ ഡിഫെൻഡ് ചെയ്യണ ഈ ഒരു സംഭവം കൊണ്ടാണ്. ഇനി എന്തുകൊണ്ട് അവള് പൈസ അയച്ചു കൊടുക്കുന്നു എന്നുള്ളത് വാലിഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. എവള് പൈസ അയച്ചു കൊടുത്തത്, ഇതുവരെ പൈസ അയച്ചു കൊടുത്തത് ഈ പറയുന്ന അല്ലെങ്കിൽ കിച്ചു ഇപ്പൊ ലൈഫ് സ്റ്റോറി എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞ അവന്റെ ലൈഫ് സ്റ്റോറിയിൽ അവൻ പറഞ്ഞ കാര്യങ്ങൾ പുറത്തു പറയാതിരിക്കാനുള്ള കൈക്കൂലിയായിരുന്നു. വളരെ വ്യക്തമാണ്. മനസ്സിലായോ? അവൻ ഇപ്പൊ പറഞ്ഞില്ലേ, ഇപ്പൊ പറഞ്ഞ സാധനങ്ങൾ പുറത്തു പറയരുത്, അതിനുള്ള കൈക്കൂലിയായിരുന്നു ഈ പറയുന്ന നക്കാപ്പിച്ചയ 100, 200, 300, 400 അല്ലെ 500 എന്ന് പറയുന്ന എമൗണ്ടുകൾ ഇട്ട് കൊടുത്തത്. അത് നിനക്കെതിരെ വന്ന അനീതി, നീ അനുഭവിക്കേണ്ടി വന്ന സംഭവങ്ങളുണ്ടല്ലോ, നീ അവരും തമ്മിൽ പിന്നെ അവരുടെ വീട്ടിലുണ്ടായിരുന്നപ്പോ നിനക്ക് അനുഭവിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങൾ, നിന്റെ അടുത്ത് അവരെങ്ങനെയാണ് ട്രീറ്റ് ചെയ്തത്, നിന്നെ ഏത് രീതിയിലാണ് ട്രീറ്റ് ചെയ്തത് എന്നുള്ളത് പുറത്തു പറയാതിരിക്കാൻ വേണ്ടി നിനക്ക് തന്ന കൈക്കൂലിയാണ്. നീ അത് വായിച്ച് നക്കിക്കൊണ്ടിരുന്നു എന്നുള്ളതാണ്. ഇന്നല്ല പല വീഡിയോകളായി ഞാൻ വിളിച്ച് പറയുന്നത്, എന്റെ കാര്യങ്ങളിൽ എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരേ ഒരു കാര്യമേ ഉള്ളൂ, അവളെ നിന്ന് പൈസ വാങ്ങുന്നത് എന്നുള്ളത്. അതിനെ കണ്ടിപ്പോയി ചാവുന്നതായിരിക്കും നല്ലത്. മനസ്സിലായോ? കൊച്ചു പയ്യനാണെങ്കിൽ പൊട്ടി. ഈ റെനാസുൻ എന്ത് ചെയ്യും, ഇവൻ ചോദിച്ചോറിന് ഇട്ട് കൊടുക്കുകയും ചെയ്യും. കാരണം നമ്മൾ പൊതുവെ ഒരു അമ്മയാണെങ്കിൽ നീ എന്തിനു വാങ്ങുന്നു? കാരണം 10-22 വയസ്സായ പയ്യനാണ്, അവൻ വീണ്ടും മറ്റേ പഴയ സ്വഭാവത്തിലേക്ക് പോകുമോ? അവന്റെ ആവശ്യം എന്താണ്? ഇവൻ ചുമ്മാ എന്തിനാണ് പൈസ ഇട്ട് കൊടുക്കുന്നത്? ഇതൊക്കെ നമ്മൾ അന്വേഷിക്കും. അപ്പൊ ഇവിടെ അന്വേഷണം കാര്യങ്ങൾ വിളിച്ച് 200 എന്നാ നക്കാപ്പിച്ച പോലെ എന്നാ വെച്ചോ, ഉണ്ടരുത് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന റെനാസുന് അവസാനം എന്ത് ചെയ്തു, കിച്ചു ഇത് പൊട്ടിച്ചപ്പോ, കിച്ചു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞ് അറിയാതെ അങ്ങ് പറഞ്ഞു പോയിട്ടാണ് എനിക്ക് തോന്നുന്നത്. മനസ്സിലായോ? ഇത് വീണ്ടും ഉള്ളിൽ വെച്ച് ഇരുന്നേണ് അപ്പോഴും പറഞ്ഞപ്പോ അങ്ങ് അറിയാതെ പറഞ്ഞു, ഇത് ആൾക്കാരെല്ലാം കൂടി പൊക്കി എടുത്തു എന്നുള്ളതാണ്. ഇപ്പോ റെനാസുൻ എന്ത് ചെയ്തു, അതിനുശേഷം ഈ പറയുന്ന സ്ക്രീൻഷോട്ടുകൾ മൊത്തം പബ്ലിക് ചെയ്തു. കാരണം എന്താണ്, ഇനി എനിക്ക് അവന്റെ പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഇതുവരെ അവന് പൈസ കൊടുത്തത് എന്തിനാണ്? ഈ ഒരു സംഭവം പുറത്തു പറയാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെ. ഞാൻ ഈ ഒരു സംഭവം പുറത്തു പറയാതിരിക്കാൻ വേണ്ടിയിട്ട് അവന്റെ വായിക്കരിക്ക് പോലെ ഞാൻ ഇങ്ങനെ ഇട്ട് കൊടുത്തു. മനസ്സിലായോ? ആരെന്നിങ്ങനെ കയ്യിൽ വെച്ച് കൊടുത്തു, കൊണ്ടുപോയി നക്കി തിന്നോ, എന്നിട്ട് ഇതൊന്നും പുറത്ത് പറയില്ലേ എന്ന് കഴിഞ്ഞ് ഞാൻ ഇട്ട് കൊടുത്തു. ഇപ്പൊ അവൻ എന്ത് ചെയ്തു, പുറത്തു വിട്ടു. ഇനി ഞാൻ എന്തിനാ അവന് പൈസ കൊടുക്കണം? അതുകൊണ്ട് അവൻ എന്ത് ചെയ്തു, അതിനെ പബ്ലിക് ആക്കി എന്നുള്ളതാണ്. ഇനിയാണ് കാര്യങ്ങൾ പുറത്തു വരാൻ പോണത്. ഇപ്പോ കിച്ചു പൈസ വാങ്ങുന്നു എന്നുള്ളത് വ്യക്തമായ ഈ പറയുന്ന റെനാസുന എന്തൊക്കെയാണ് അവനെ ചെയ്തിട്ടുള്ളത് അതൊക്കെ വ്യക്തമായ. ഇനിയാണ്
കിച്ചുവിന് ഈ ഇന്നത്തെ ദിവസം രണാസുനെ കമാന്ന ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല. അല്ലാതെ ഇന്ന് നാളെ മറ്റേ 2 ദിവസം കഴിയുമ്പോൾ അമ്മോ ഇന്ത്യയിലേക്ക് വരും, നാട്ടിലേക്ക് വരും, കർത്താവെ ഒരു സ്വൈര്യമില്ലാതാവും എന്നുള്ളതാണ്. അപ്പോ ഇനിയാണ് കിച്ചു വാ തുറക്കാൻ പോകുന്നത്. ഇനിയെങ്കിലും നീ വാ തുറന്നാൽ മതി. കാരണം നീ എന്തൊക്കെയാണ് നിറയുടെ അതൊക്കെ അറിഞ്ഞു കഴിഞ്ഞു. ഇപ്പൊ നീ ഈ പൈസ വാങ്ങിച്ചു എന്ന് പറയുന്ന ഒരൊറ്റ കാര്യം കൂടി തന്നെ എല്ലാവരും കൂടി കൂശിയായിരുന്നു. മനസ്സിലായോ? നിനക്ക് എഗേൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഓപ്പോസിറ്റ് ആയിട്ട് പറയുന്നത് കാരണം എന്താണ്? നീ ആണ് ഒരു തെറ്റുന്നത് തന്നെയാണ്. അവരെ പൈസ വാങ്ങാൻ പാടില്ല. നിനക്കറിയാമായിരുന്നല്ലോ. നിന്റെ അടുത്ത് നിന്റെ അമ്മ എന്ന് പറഞ്ഞ് അവകാശപ്പെട്ട് നടക്കുന്ന രണാസുന തൻ്റെ അടുത്ത് ഏത് രീതിയിലാണ് പിന്നെ ഇടവഴിയുന്നത്. ആ വീട്ടിൽ ഞാൻ നിന്നപ്പോൾ ആ റൂമിനകത്ത് 3 കൊല്ലം നീ എന്തുകൊണ്ട് അടച്ചിരുന്നു? നിന്റെ സ്വന്തം അച്ഛൻ്റെ അടുത്ത് പോലും കാണാനുള്ള അനുവാദം തരാതിരുന്ന ഒരു സ്ത്രീയാണ്. മനസ്സിലായി? എന്നെ ഒട്ടും ഇഷ്ടമില്ലാത്ത സ്ത്രീയാണ് എന്നറിഞ്ഞു വെച്ചുകൊണ്ട് വീണ്ടും വീണ്ടും അവരെ എന്നെ ക്യാഷ് വാങ്ങിച്ചില്ല. അവര് നിനക്കൊരു എന്താണ് പറയുന്നത്, അടച്ചിടാൻ വേണ്ടിയിട്ട് ഒരു പിച്ച കാശ് പോലെ നിനക്ക് തന്നു. ആ പിച്ച കാശ്, ആ കാശ് ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കണം. ഏത് രീതിയിലാണ് ആ കാശ് വന്നതെന്ന് നീ മനസ്സിലാക്കണം. മനസ്സിലായോ? എന്നിട്ട് വേണം നീ വീട്ടിൽ ചോദിക്കാൻ. ഇനിയെങ്കിലും ഇനി അവളെ തരത്തില്ല. ഇനി അവളെ നിനക്ക് 5 പൈസ തരത്തില്ല. കാരണം എന്തിനാണോ നിനക്ക് പൈസ തന്നുകൊണ്ടിരുന്നത് അത് നീ വെളിപ്പെടുത്തി, അത് പറയത്തില്ല. ഇനി എവന്റെ വായിന്ന് വരും. ഇനിയാണ് ഈ ഉള്ളി കിടക്കുന്ന അല്ലെങ്കിൽ അന്ന് സംഭവിച്ച സംഭവങ്ങളൊക്കെ ഓരോന്നോരോന്നിട്ട് പുറത്തു വരാൻ പോകുന്നത് എന്നുള്ളതാണ് എനിക്ക് പറയുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മൊത്തം കമന്റ് നമുക്ക് കൊടുക്കണം. ശരി.